ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ കാസർഗോഡ് നിന്ന് ഈടാക്കുന്നത് തോന്നുംപടി നിരക്ക്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളതിനേക്കാൾ യാത്രാക്കൂലിയാണ് കോഴിക്കോട്ടുള്ള യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത്. യാത്രക്കാർക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല എന്നാണ് സ്വകാര്യ ബസ് ഏജൻസികളുടെ വിശദീകരണം. ദീർഘദൂര സ്വകാര്യ ബസ് ബുക്കിംഗിനുള്ള ഓൺലൈൻ ആപ്പുകളിലെ യാത്രാ നിരക്കാണിത്. കാസർഗോഡ് നിന്നുമുള്ള യാത്രക്കാർക്ക് പല ബസ്സുകളിലും പല നിരക്ക്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ നിരക്കിനേക്കാൾ കൂടുതലാണ് കാസർഗോഡ് നിന്ന് കോഴിക്കോട്ടേക്കുള്ള നിരക്ക്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ട്രാവൽ ഏജൻസി ഏജന്റിനെ വിളിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ഞാൻ വിളിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. അപ്പൊ 19:45 കാസർഗോഡ് നിന്നുള്ള ഒരു ബസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റിന്റെ ചാർജിൽ എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പൊ അത് ടെക്നിക്കൽ എറർ ആണോ എന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. തിരുവനന്തപുരം വരെ 700 ടിക്കറ്റ് കാണിക്കുന്നത്, പക്ഷെ കോഴിക്കോട് വരെ നോക്കുമ്പോ 930 കാണിക്കുന്നുണ്ട്. അല്ല അതങ്ങനെ സൈറ്റിലങ്ങനെയാണ്. അതെന്താ ചേട്ടാ സംഭവം? ഇത് പൈസ കുറച്ച് കൂട്ടിയിട്ട് ആക്കുന്നല്ലേ. അതായത് കോഴിക്കോട് വരുമ്പോ നമ്മൾ ചാർജ് കൂടുന്ന അത് കട്ട് സീറ്റ് ആകുമ്പോൾ കൂടും. കട്ട് സീറ്റ് എന്ന് പറയുമ്പോ കട്ട് സീറ്റ് കോഴിക്കോടൊക്കെ അല്ലേ, തിരുവനന്തപുരം വണ്ടിയല്ലേ. ദീർഘദൂര ബസ്സുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഏകീകൃത നിരക്ക് ഏർപ്പെടുത്താനാവില്ലെന്നാണ് ബസ് ഉടമകളുടെ വിശദീകരണം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.